എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കടപ്പുറം സുധാമണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ. അതായത് 15 വർഷം മുമ്പ് അവിടെ നടന്ന കാര്യങ്ങളെ വെച്ചിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള വാർത്തകളിൽ വന്ന ഒരു സംഭവമാണ് എടുത്തിട്ട് ഞാൻ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 15 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ന്യൂസാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ന്യൂസ് കേട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. സ്നേഹവാരിധിയായ അമ്മ മക്കളെ വാരിപ്പുണരുന്ന ദൈവഭാവം, ആശ്ലേഷിക്കുന്ന വിശുദ്ധ എന്ന വിശേഷണം, ലക്ഷക്കണക്കിന് ആരാധകർ, ഭാരതീയ ചിന്തകളുടെ പ്രചാരകർ, ലാളിത്യം, പരമമായ സ്നേഹം, ഇങ്ങനെയൊക്കെയാണ് ഭക്തർക്ക് മാതാ അമൃതാനന്ദമയി. 2 പതിറ്റാണ്ടോളം സന്തത സഹചാരിയായിരുന്ന പ്രിയ ശിഷ്യ ഗായത്രി എന്ന ഗേൽ ട്രെഡ്വെലിന്റെ ആശ്രമാനുഭവങ്ങൾ പുറത്തുവരും മുൻപ് വരെ. ഓസ്ട്രേലിയക്കാരിയാണ് ഗേൽ ട്രെഡ്വെൽ. 21 വയസ്സുള്ളപ്പോൾ ആത്മീയ അന്വേഷണത്തിന്റെ ഭാഗമായി അമ്മയുടെ സന്നിധിയിലെത്തി. 1999 ആശ്രമം ഉപേക്ഷിച്ച് 2 പതിറ്റാണ്ടിന്റെ അജ്ഞാതവാസത്തിന് ശേഷം ഉള്ളുലച്ച അനുഭവങ്ങളുടെ പുസ്തകവുമായി ലോകത്തിന് മുന്നിൽ വന്നു. ഹോളി ഹെൽ, എ മെമ്മർ ഓഫ് ഫെയ്ത്ത്, ഡിവോഷൻ ആൻഡ് പ്യൂർ മാഡ്നസ്, പുണ്യനരകം, ഭക്തിയുടെയും ആരാധനയുടെയും ശുദ്ധഭ്രാന്തിന്റെയും ഓർമ്മകൾ എന്ന പുസ്തകം വിവരിക്കുന്നത് അമ്മയുടെ ആശ്രമത്തിലെ അനുഭവങ്ങളെക്കുറിച്ചാണ്, അമ്മയുടെ തൽസ്വരൂപത്തെക്കുറിച്ച്. വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ: അക്രമകാരിയായ സ്ത്രീയാണ് അമ്മ. ആശ്രമത്തിൽ വെച്ച് അമൃതാനന്ദമയിയുടെ അറിവോടെ നിരവധി തവണ താൻ ബലാത്സംഗം ചെയ്യപ്പെട്ടു. അമ്മയുടെ പ്രിയ ശിഷ്യൻ ബാലുവാണ് പീഡിപ്പിച്ചത്. സംഭാവനയിലൂടെ ലഭിച്ച 100 മില്യണോളം സ്വിസ് ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്നു. അമൃതാനന്ദമയിക്ക് നിരവധി സ്വാമിമാരുമായി ബന്ധമുണ്ട്. സ്വർണത്തോടും പണത്തോടും അമ്മയ്ക്ക് ആർത്തി. സംഭാവന കിട്ടുന്ന പണമെല്ലാം സ്വന്തം കുടുംബത്തിന് നൽകുന്നു. വൻ വാർത്താ സ്ഫോടനമായിരുന്നു അത്. ചില മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്ത മുക്കി. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച സജീവമായി. അപ്പോഴും ട്രെഡ്വെലിന്റെ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി ആശ്രമത്തിൽ നിന്നുണ്ടായില്ല. വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടെ അമൃതാനന്ദമയിയുടെ ജീവചരിത്രകാരന്റെ പ്രതികരണം നിർണായകമായി. ദീർഘകാലം ആശ്രമത്തിലെ അന്തേവാസിയായിരുന്നു പ്രൊഫസർ എം രാമകൃഷ്ണൻ നായർ. അമ്മ കഴിഞ്ഞാൽ അത്ര ആദരവുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അതിന് അവർക്ക് എന്തോ ഉള്ളിൽ ചില അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് ആർക്കും അറിയാൻ പറ്റുന്നതല്ല. കാരണം അത് നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളല്ല, പേഴ്സണലായിട്ട് അടഞ്ഞു മുറിക്കാതെ നടക്കുന്ന കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അറിഞ്ഞ സ്വഭാവം വെച്ചുകൊണ്ട് അതിൽ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. 10,000 ആൾക്കാരോളം അവിടെ സ്ഥിരതാമസക്കാർ തന്നെയുണ്ട്. ഒരു വലിയ ഉത്സവ പറമ്പ് പോലെ എപ്പോഴും തിരക്കാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കാൻ വയ്യ? തുടക്കത്തിൽ അനങ്ങാതിരുന്ന ആശ്രമം അധികൃതർ പിന്നീട് ട്രെഡ്വെലിനെതിരെ ആരോപണവുമായി രംഗത്തെത്തുകയായിരുന്നു. ഒപ്പം സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രതികരണങ്ങൾക്കെതിരെ കേസെടുക്കണം എന്ന ആവശ്യവും. ആശ്രമത്തിനെതിരെ മുൻപ് വാർത്തകൾ പുറത്തു വന്നപ്പോഴും മൗനം പാലിക്കുകയായിരുന്നു ആശ്രമം അധികൃതർ. കക്ഷി രാഷ്ട്രീയ നേതൃത്വം പതിവുകൾ ആവർത്തിച്ചു. അപൂർവം ചില നേതാക്കൾ മാത്രമാണ് പ്രതികരിക്കാൻ തയ്യാറായത്. സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ച ആളുകൾക്കെതിരെ കേസെടുക്കുന്ന ഒരു ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ് സർക്കാർ ഭാഗത്തുണ്ടാവുന്നത്. അങ്ങനെ ഒരു മഠത്തിനെതിരായി ഒരു പുസ്തകം ഇരിക്കുന്ന പുസ്തകത്തെക്കുറിച്ച് പ്രതികരിച്ച ആളുകൾക്കെതിരായി സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ച ആളുകൾക്കെതിരായി പോലീസ് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ടെററിസം, ഒരു ഫാസിസൊക്കെയാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ ആരും നിയമത്തിന് അതീതരല്ല. ഇവർ ആൾദൈവങ്ങൾ എന്ന് പറയുമ്പോൾ അവർ നിയമത്തിന് അതീതമായിട്ടുള്ള ആൾക്കാരല്ല. ഇത് മാതാമൃതാന്തയുടെ മാത്രം പ്രശ്നമല്ല. അപ്പോൾ മാതാമൃതാന്തമയ്ക്കെതിരാണ് എന്നുള്ളത് മാത്രമല്ല വിഷയം. ഇപ്പോൾ ഫാദർ യോഹന്നാൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശ പണം പറ്റുന്ന ഒരാളാണ് ഫാദർ യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് അനധികൃത ഇടപാടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, കള്ളപ്പണത്തിൻ്റെ കാര്യം പുറത്തു വരുന്നുണ്ട്. മാതാമൃതാന്തമായി മഠം ഒരുപാട് വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇവിടെ മുസ്ലിം മതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പേരുള്ള ആൾദൈവങ്ങളും കോടിക്കണക്കിന് രൂപ വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് എന്താണ്? അത് ആത്മീയ പ്രവർത്തനമാണോ എന്ന് അന്വേഷിക്കുന്നതാണ്. അത് മാതാമൃതാന്തവരെ മാത്രമല്ല, അത് ഇവിടെ ഏത് രൂപത്തിലാണെങ്കിലും ഇപ്പോൾ ഇസ്ലാമിക മതവിശ്വാസത്തിൻ്റെ പേരിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ വാങ്ങി അത് ചെലവഴിച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്ന ആളുണ്ട്. ഈ യോഹന്നാനെ പോലെയുള്ള ആളുകൾ. അതിന് പുറമെ വിദേശ ഫണ്ട് ശേഖരിക്കുന്ന ആളുകളുടെ കണക്കുകൾ തന്നെ കേരളത്തിലെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഞാൻ ചോദ്യം മറുപടി 7,000 കോടിയോളം രൂപ കേരളത്തിലേക്ക് വിദേശ ഫണ്ട് വരുന്നുണ്ട്. പല സംഘടനകളാണ് അവരെന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് ആത്മീയമാണ്. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനം പണമാണെന്നുള്ളതാണ് സത്യം. അതേസമയം ശിഷ്യയുടെ വെളിപ്പെടുത്തലിന് പുറമെ ആശ്രമവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തുവന്നു. പാടം നികത്തിയതും നികുതി വെട്ടിപ്പും മുതൽ ദുരൂഹമരണങ്ങൾ വരെ. കൊല്ലം വള്ളിക്കാവിൽ മഠത്തിന്റെ പേരിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കാനായി 15 ഏക്കർ പാടം നികത്താൻ സർക്കാർ അനുമതി നൽകിയത് യാതൊരു പരിശോധനയും ഇല്ലാതെയായിരുന്നു. 2002 പാടം നികത്താൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവ് നൽകിയത്. പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെയും ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി അധികൃതരുടെയും കത്തുകളുടെ അടിസ്ഥാനത്തിൽ ക്ലാപ്പന വില്ലേജിലെ സർവേ നമ്പർ 371/3 മുതൽ 396/1 വരെയുള്ള 15 ഏക്കർ നിലം നികത്താൻ അനുമതി നൽകുകയായിരുന്നു. കഴിഞ്ഞ 12 വർഷമായി പ്രദേശത്ത് കൃഷി നടക്കാത്തതിനാൽ നികത്താൻ അനുമതി കൊടുക്കുന്നതായാണ് സർക്കാരിന്റെ ഭാഷ്യം. ക്ലാപ്പന പഞ്ചായത്തിൽ സമർപ്പിച്ച അപേക്ഷയ്ക്കൊപ്പം മഠം നൽകിയ ആധാരത്തിന്റെ പകർപ്പുകളുടെ ദൃശ്യങ്ങളിൽ ഈ സ്ഥലങ്ങൾ പലതും മഠത്തിന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തത് 2002 ശേഷമാണെന്ന് വ്യക്തമാകുന്നു. സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള നിലം നികത്താനാണ് അധികൃതർ അനുമതി നൽകിയതെന്നും രേഖകളിൽ നിന്ന് വ്യക്തം. ഈ അനുമതിയുടെ മറവിൽ പ്രദേശത്ത് വ്യാപകമായ തോതിൽ തണ്ണീർത്തടങ്ങൾ ഇപ്പോഴും നികത്തപ്പെടുകയാണ്. CRZ പരിധിയിൽപ്പെടുന്ന അഴീക്കൽ പഞ്ചായത്തും ആലപ്പാട് പഞ്ചായത്തും കുലശേഖരപുരം പഞ്ചായത്തിന്റെയും ക്ലാപ്പന പഞ്ചായത്തിന്റെയും നേരിയ പകുതി ഭാഗവും അമൃതാനന്ദമയി മഠത്തിന്റെ നിറയെ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനങ്ങൾ മുഴുക്കെ ഇവിടുത്തെ നിലങ്ങൾ നികത്തിയാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കുവാൻ വരുന്ന ചെറുപ്പക്കാരെ അവിടുത്തെ മഠത്തിലെ തന്നെ കാഷായ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്തപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ സാഹചര്യം മാറുന്നുണ്ട്. നികുതി വെട്ടിപ്പിനെ കുറിച്ചായിരുന്നു മറ്റൊരു വാർത്ത. കൊല്ലം വള്ളിക്കാവിലുള്ള ആശ്രമത്തിന്റെ ഭൂരിഭാഗം സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് ക്ലാപ്പന പഞ്ചായത്തിലാണ്. ഉടമസ്ഥാവകാശം ഇല്ലാതെയായിരുന്നു ഇവയുടെ പ്രവർത്തനം. മഠത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നികുതി ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് കിട്ടാനുള്ളത്. പഞ്ചായത്തിന്റെ അനുമതി വാങ്ങാതെയാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചതെന്ന് രേഖകളും വ്യക്തമാക്കുന്നു. അമൃതാനന്ദമയി മഠത്തിന് കീഴിലുള്ള വള്ളിക്കാവിലെ സ്ഥാപനങ്ങൾ നികുതി അടയ്ക്കുന്നില്ലെന്ന് കാട്ടി ഡിവൈഎഫ്ഐ 2010 ഓംബുഡ്സ്മാന് പരാതി നൽകിയിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ മഠത്തിന് കീഴിലെ പല കെട്ടിടങ്ങളും ക്ലാപ്പന പഞ്ചായത്തിൽ നിന്ന് അനുമതി വാങ്ങാതെയാണ് നിർമ്മിച്ചതെന്ന് വ്യക്തമായി. മഠത്തിന്റെ നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങൾ റെഗുലറൈസ് ചെയ്യുവാനായി രേഖകൾ ഹാജരാക്കാൻ ക്ലാപ്പന പഞ്ചായത്ത് ആവശ്യപ്പെട്ടു. എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ 5 സ്ഥാപനങ്ങളുടെ രേഖകൾ മാത്രമാണ് മഠം ഹാജരാക്കിയത്. നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകാനായി ഈ കെട്ടിടങ്ങളുടെ നികുതി ഇനത്തിൽ 17 ലക്ഷം രൂപയും അടച്ചു.
ക്ലാപ്പന പഞ്ചായത്ത് സെക്രട്ടറി ഓംബുഡ്സ്മാനെ സമർപ്പിച്ച സത്യവാങ്മൂലമാണിത്. 49 കെട്ടിടങ്ങളാണ് മഠത്തിന്റെ ഉടമസ്ഥതയിലുള്ളതെന്ന് ഇതിൽ പറയുന്നു. ഇവയുടെ നികുതി ഇതുവരെ അടച്ചിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ പഞ്ചായത്ത് നഷ്ടമാകുന്നത്. അതായത് വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന 49 ബിൽഡിംഗുകൾ ഈ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് നിലനിൽക്കുന്നു എന്ന് അന്വേഷണ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 1.5 കോടി രൂപയോളം അമൃതാനന്ദമയി മഠം ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് ടാക്സ് നൽകേണ്ടതുണ്ട്. ആരാണ് അമ്മ? ആരാണ് മാതാ അമൃതാനന്ദമയി? ലോകം മുഴുവൻ ലക്ഷക്കണക്കിന് ആരാധകരും കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വൻകിട സ്ഥാപനങ്ങളുള്ള അമ്മ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും സമ്പന്നയായ ആളുകൾ, രാഷ്ട്രീയക്കാരും അധികാര സ്ഥാനത്തുള്ളവരും പഞ്ചപുരാണ് കാണിക്കുന്ന അമ്മയ്ക്ക് ആരാണ് മാതാ അമൃതാനന്ദമയി? ഈ ലോകങ്ങളാണ് ലക്ഷക്കണക്കിന് ആരാധകരും കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വൻകിട സ്ഥാപനങ്ങളുള്ള അമ്മ. ഒരു സിനിമ പോലെ തന്നെ ഏറ്റവും സമ്പന്നയായ മാതാ അമൃതാനന്ദമയുടെ രാഷ്ട്രീയക്കാരും അധികാര സ്ഥാനത്തുള്ളവരും പഞ്ചപുച്ചമടക്കി കാണിക്കുന്ന അമ്മയ്ക്ക് പിന്നിലുള്ള അദൃശ്യശക്തി എന്താണ്? ഈ ചോദ്യങ്ങളാണ് കൊല്ലം ആലപ്പാട് പഞ്ചായത്തിലാകുമ്പോൾ തീരദേശ ഗ്രാമമായ പറയക്കടവാണ് ജന്മസ്ഥലം. എന്നാൽ 1953 മാതാ അമൃതാനന്ദമയുടെ ശിവനാനന്ദൻ ദമയന്തി ദമ്പതികളുടെ മൂന്നാമത്തെ മകൻ സുധാമണി. നന്നേ ചെറുപ്പത്തിൽ തന്നെ കൃഷ്ണഭക്തയായിരുന്നുവെന്ന് ജീവിതത്തിൽ ആലപ്പാട് പഞ്ചായത്ത് തീരദേശ ഗ്രാമമായ പറയക്കടവായിരുന്നു. പിന്നീട് 1953 വേണ്ടത് ചുവ കുടുംബത്തിൽ 1984 മുതൽ ദമയന്തി ദമ്പതികളുടെ മൂന്നാമത്തെ മകൻ സുധാമണി മഠമായി നന്നേ ചെറുപ്പമായി കൃഷ്ണഭക്തയായിരുന്നുവെന്ന് ജീവിതകാലം 11 വയസ്സാക്കി പഠനം നടത്തി. ഭക്തിലഹരിയിലായിരുന്നു പിന്നീട് കുറേക്കാലം. വിവാഹം വേണ്ടത് ഭജനയും ദർശനവും പുതിയ ഭക്തർക്ക് ദർശനം നൽകുമ്പോൾ മാനമായി ചെയ്യുന്ന പ്രസ്ഥാനമായി നിരവധി പേരെ സ്ഥാപനങ്ങളായി. ആലിംഗനം ചെയ്യുമ്പോഴാണ് എന്നിൽ നിന്ന് ലക്ഷക്കണക്കിന് ഭക്തർ. ആലിംഗനം ചെയ്യപ്പെടുന്ന ആൾ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് നോക്കാറില്ലെന്ന് അവർ ഭജനയും ദർശനവും വർഷത്തിനുള്ളിൽ അമൃതാനന്ദമയിലെ കോടിയേറെ ആലിംഗനം ചെയ്തു മുതലേ ഭക്തർക്ക് ദർശനം നൽകുമ്പോൾ ആലിംഗനം ചെയ്യുന്നത് നിരവധി പേരെ ആകർഷിക്കാം. ആലിംഗനം ചെയ്യുമ്പോൾ എന്നിൽ നിന്ന് സ്നേഹം പ്രവഹിക്കും. ഇതാദ്യമായി ആലിംഗനം ചെയ്യുന്ന അമൃതാനന്ദ മനുഷ്യനാണോ സ്ത്രീയാണോ എന്ന് നോക്കാറില്ലെന്ന് അവർ പറയും. കാലത്ത് വർഷത്തിനുള്ളിൽ ആശ്രമങ്ങളുടെ വളരെ പേരെ ആലിംഗനം ചെയ്യുക എന്നാണ്. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയായ നാരായണൻ സഹോദരൻ സാംസ്കാരിക പ്രവർത്തകനുമായി അമ്മ ഭക്തരായിരുന്ന നാരായണൻ ഇതാദ്യമായി മാതാവിലാനന്ദമയി ആശ്രമം ഭരിക്കും. വിവാദത്തിൽപ്പെടുന്ന ഇന്നും വിവാദത്തിൽ കണ്ടുപിടുന്ന മാറി ആശ്രമത്തിന്റെ വളർച്ച തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയായ നാരായണൻ സാംസ്കാരിക പ്രവർത്തകനുമായി അമ്മ ഭക്തരായിരുന്ന നാരായണൻ 1990 ആശ്രമത്തിൽ വെച്ച് ഭരിക്കുന്നത്. ഇന്നും ഈ കൊടുങ്ങല്ലൂരിൽ കിട്ടിയ തന്റെ ഭൂമി ഇപ്പോൾ അത് തന്റെ അവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നാരായണൻകുട്ടി വള്ളിക്കാവിലേക്ക് പോകുന്നത്. വള്ളിക്കാവിലെത്തിയ നാരായണൻകുട്ടി മഠത്തിലെ ഭരണത്തിന്റെ രമേശ് ബാബു എന്ന് പറയുന്ന അധികാരിയുമായിട്ട് തർക്കത്തിലാവുകയും അതിനുശേഷം അവിടെ നിന്ന് ക്രൂരമായ മർദ്ദനമേറ്റ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും അവിടെ നിന്ന് മരണാസന്നമായ നിലയിൽ കൊടുങ്ങല്ലൂർക്കാരനായ നാരായണൻ മെഡിക്കൽ കോളേജിൽ എത്തുകയുമാണ്. തന്റെ അവിടെ സ്വത്തിന്റെ അവകാശം ചോദിക്കാനാണ് നാരായണൻകുട്ടി മരിച്ചെങ്കിലും വള്ളിക്കാവിലെ മാതാ അമൃതാനന്ദമയി മഠത്തിലേക്ക് പോകുന്നത്. 2002 യുക്തിവാദിയായ ആശ്രമവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഒടുവിൽ പുസ്തകം നിരോധിച്ചു. അത് തന്റെ അവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിലെ ആളുകളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ ലേഖനം പ്രസിദ്ധീകരിച്ചു. ബാബാ രാംദേവ് മാതാ അമൃതാനന്ദമയിയുടെ ആസ്തികളെയും കുറിച്ച് പരാമർശമുണ്ടായി. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് എന്നായിരുന്നു റിപ്പോർട്ട്. സക്രിയ കേരള യുക്തിവാദി സംഘം കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു പുരോഗതി പിറ്റേ വർഷം അമ്മയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ അന്വേഷണം ആവശ്യമാണെന്ന്. ഇതിനിടെ പലതവണ ആശ്രമവും സ്ഥാപനങ്ങളും വിദേശ വിനിമയ ചട്ടം ലംഘിച്ചതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. 2 തവണ മാതാ അമൃതാനന്ദമയിക്കെതിരെ വധശ്രമം ഉണ്ടായതായി പറയപ്പെടുന്നു. 2005 ആദ്യ ബന്ധപ്പെട്ട പവിത്രൻ എന്ന ഭക്തൻ കത്തിയുമായി അമൃതാനന്ദമയിക്കെതിരെ പാലെടുത്തു എന്നതാണ് ആദ്യം. ഇയാൾ മനോരോഗിയാണെന്ന് ആശ്രമം അധികൃതർ പിന്നീട് ഇന്ത്യയിലെ ആളുകളുടെ രണ്ടാമത്തേത് 2012 സത്നാം സിംഗ് രവിശങ്കർ ആശ്രമത്തിൽ ദർശനം നൽകുമ്പോൾ ബീഹാറുകാരനായ വിദ്യാർത്ഥി അമൃതാനന്ദമയിയുടെ നേരെ പാലെടുത്തു എന്നായിരുന്നു ഈ കേസിലും ആശ്രമത്തിൽ വിശദീകരണം. പിന്നീട് തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിക്കപ്പെട്ട സത്നാം സിംഗ് അന്തേവാസികളുടെയും ജീവനക്കാരുടെയും ക്രൂരമർദ്ദനമേറ്റ് മരിക്കുകയായിരുന്നു. 70 മുറിവുകളാണ് മൃതശരീരത്തിലുണ്ടായത്. 2 വർഷം കേസിൽ അമൃതാനന്ദമയിക്കുണ്ടായിരുന്ന പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നതാണ് ഫലം. കാരണം 77 മുറിവുകൾ പോസ്റ്റ്മോർട്ടത്തിൽ ലിസ്റ്റ് ചെയ്തതിൽ 26 മുറിവുകളും അന്നുണ്ടായതായിരുന്നില്ല. അന്ന് എന്ന് പറയുന്നത് മരണം സംഭവിച്ച ഓഗസ്റ്റ് 4 തീയതി ഉണ്ടായിരുന്നില്ല. ഓഗസ്റ്റ് 4 തീയതി ഉണ്ടായിരുന്ന 51 മുറിവുകളും ചുവന്ന് തടിച്ച് ശരീരത്തിൽ കാണാമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് മരണകാരണമായ 12, 14, 15 മുറിവുകൾ ഉൾപ്പെടെ 26 മുറിവുകൾ സംഭവിച്ചത് ദിവസങ്ങൾക്ക് മുമ്പാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ മുറിവുകളൊക്കെ തന്നെ നീല നിറത്തിലുള്ളതായിരുന്നു. ഈ 15ാമത്തെ മുറിവാണ് ഏറ്റവും മാരകമായ മുറിവ്. അത് തലച്ചോറിനേറ്റ ക്ഷതം കൊണ്ട് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാക്കുന്ന കാരണമാക്കിയ മുറിവാണ്. അത് സംഭവിച്ചത് 3 ദിവസം മുമ്പാണ് എന്ന് വ്യക്തമായ സൂചനകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. 3 ദിവസം മുമ്പ് സത്നാം സിംഗ് ഉള്ളത് അമൃതാനന്ദമയി മഠത്തിലോ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലോ ആണ്. ഈ 2 സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ചാണ് മുറിവുകൾ സംഭവിച്ചിരിക്കാൻ സാധ്യത. പക്ഷേ കൂടുതൽ സാധ്യത നമ്മുടെ മുന്നിലുള്ളത് മഠത്തിൽ വെച്ച് സംഭവിച്ചു എന്നുള്ളതാണ്. 2 വർഷം മുൻപ് നഴ്സസ് സമരം കേരളമെങ്ങും ആചരിച്ചപ്പോഴും ആശ്രമം അധികൃതരുടെ ശരിയായ മുഖം കണ്ടു. കൊച്ചി അമൃത ആശുപത്രിയിൽ സമരം ചെയ്ത നഴ്സുമാരെ നേരിട്ടത് സംഘപരിവാറിന്റെ ഗുണ്ടകളാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ അവരുടെ ചില സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന നഴ്സസ് പോലുള്ള സാധാരണ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന പെൺകുട്ടികൾക്ക് ന്യായമായ ശമ്പളം പോലും കൊടുക്കുന്നില്ല എന്നുള്ള പരാതി പത്രങ്ങളിൽ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വ്യാജമുഖം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നടക്കുക എന്ന് പറയുന്നത് വളരെ വിദേശ കുത്തകൾ ഇവിടെ ട്രസ്റ്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഏത് വിദേശിക്കും വന്ന് ഇവിടെ എത്ര ദിവസം താമസിക്കാം. അതുപോലെ തന്നെ വിദേശ സംഭാവന ഇഷ്ടംപോലെ സ്വീകരിക്കുന്ന സുതാര്യമായ നിയമങ്ങൾ നമുക്കുണ്ട്. FCRA ATG എന്നൊക്കെ പറയുന്ന നിയമപ്രകാരം വിദേശ സമ്പാദ്യം സ്വീകരിക്കാവുന്നതാണ്. ഈ സമ്പാദ്യം സ്വീകരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതിന് കാരുണ്യ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി വിദേശത്ത് നിന്ന് പലരും സംഭാവന കൊടുക്കുന്നു. സംഭാവന എന്നുള്ള വ്യാജന ഈ പണം ഇവർക്ക് കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ സംഭാവന അല്ല കൊടുക്കുന്നത്, ഇതിവിടെ മറ്റ് വ്യവസായങ്ങൾ ചെയ്യുന്നുള്ള മൂലധനം കൊടുക്കുകയും. ഇങ്ങനെ ആശ്രമവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയരുമ്പോഴെല്ലാം കാരുണ്യത്തിന്റെ ആളുരൂപത്തിന്റെ തൽസ്വരൂപം പുറത്തു വരുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഒടുവിൽ സ്വന്തം ശിഷ്യ തന്നെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുമായി രംഗത്ത് വന്നിരിക്കും. വിവാദങ്ങളും വെളിപ്പെടുത്തലുകളും മാതാ അമൃതാനന്ദമയി ആശ്രമവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തുമുള്ള ആത്മീയ കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തരം വാർത്തകൾ വരുന്നു പോകുന്നു. അത് പോട്ട ആശ്രമമായാലും കാരന്തൂർ മർക്കസ് ആയാലും ഒരേ ആയുസ്. സത്യസായി ബാബ, ശ്രീ രവിശങ്കർ, ബാബ രാംദേവ് തുടങ്ങി ഒട്ടനവധി പച്ച മനുഷ്യരായ ദൈവങ്ങൾ ഈ പട്ടികയിൽ വന്നും പോയും ഇരിക്കുന്നു.
പക്ഷേ നമ്മുടെ ഈ ആൾ ദൈവങ്ങൾ എന്ന് പറയുന്നത് അവർ സന്യാസിമാരാണെന്ന് ജനങ്ങളോട് പറഞ്ഞിട്ട് എല്ലാ സുഖഭോഗങ്ങളും ഏത് മാർഗ്ഗത്തിലൂടെ സ്വീകരിക്കുക എന്ന് പറയുന്ന ഒരു മാർഗ്ഗം സ്വീകരിച്ചവരാണ് നമ്മുടെ ഈ ആൾ ദൈവങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെയും കാശുണ്ടാക്കാൻ ഏത് മാർഗ്ഗം സ്വീകരിക്കുക. അപ്പോൾ അതിന്റെ പരമായിട്ടുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ധീരേന്ദ്ര പെരുമയാരി ആ കൊടുത്തിരുന്ന ഒരാളാണ്. അയാൾ സ്വാമി ആയിരിക്കുമ്പോൾ തന്നെ ഇന്ദിരാഗാന്ധിയുമായിട്ട് ചങ്ങാത്തം പുലർത്തുകയും തോക്ക് നിർമ്മാണ ചാര്യമായിട്ട് തോക്ക് നിർമ്മാണ ഫാക്ടറി നടത്തുന്ന ആളാണ്. അതേസമയത്ത് സ്വാമി ചന്ദ്രസ്വാമി എന്ന് പറയുന്ന മറ്റു സ്വാമി അയാൾ വിദേശ രാഷ്ട്രത്തലവുമായിട്ട് ചങ്ങാത്തം പുലർത്തി കമ്മീഷൻ കെട്ട് നടത്തിക്കൊണ്ടിരുന്ന മറ്റു സ്വാമിയാണ്. പിന്നെ സ്വാമി സദാചാരി അയാൾ അവസാനം തിഹാർ ജയിലിൽ കിടക്കുകയാണ്. കാരണം ഈ ലൈംഗിക പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്തതിന്. അങ്ങനെ വരുന്ന ഒരു പരമ്പരയിൽ നമ്മൾ അവസാനം നിത്യാനന്ദന്റെ കേസ് നമുക്കറിയാം. അങ്ങനെ ഇപ്പം ഭഗവാൻ രജനീഷ് ഇങ്ങനെ ഒരുപാട് കഥകൾ. അപ്പോൾ ഇവരുടെ ഒരു പിന്തുടർച്ചയിലൂടെ വരുന്നതാണ് ഇത്തരം സ്ഥാപനങ്ങൾ. ഇവരെല്ലാവരും തന്നെ പൊതുജനങ്ങളുടെ മുമ്പിൽ വലിയൊരു ഇമേജ് സൃഷ്ടിക്കുകയും ഇവരുടെ പ്രവൃത്തികൾ അധർമ്മപരമായിട്ടാണ് കാണുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ പണം കൈപ്പറ്റുന്ന മഠം എന്ന നിലയിൽ മാതാമൃതാനന്ദമയി ആശ്രമത്തിനെതിരെ ഉയരുന്ന പുതിയ ആക്ഷേപങ്ങളിൽ അന്വേഷണം അനിവാര്യമാണ്. പ്രത്യേകിച്ച് ബലാത്സംഗവും വിദേശത്ത് പണം സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 6 വർഷം മുൻപ് സന്തോഷ് മാധവൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആൾദൈവ വേട്ടയെക്കുറിച്ച് ഓർക്കുക. വൻ ദൈവങ്ങളുടെ പടിവാതിൽക്കലെത്തിയപ്പോൾ മിക്ക മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മുട്ടുകരച്ചു. ഈ കേസുകളെല്ലാം ഇപ്പോൾ ഉറങ്ങുകയാണ്. പല ആൾദൈവങ്ങളും വിശ്രമത്തിന് ശേഷം വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. ഈ കേസുകൾ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അവസ്ഥ? അനന്തമായി നീളുന്ന കേസുകളാണ് നമുക്ക് മുന്നിലുള്ളത്. ചേകന്നൂർ മൗലവി കേസും അഭയ കേസും ഉദാഹരണം. മാതാ അമൃതാനന്ദമയ്യെ പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആരോപണങ്ങൾക്ക് മറയിടുന്നത്. എന്നാൽ ആരോരും അറിയാതെ നാട്ടിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്രയോ ഉണ്ട്. ഇതിന് ഈ ആൾ ദൈവം എന്ന് പറയുന്ന ഒരു ചിത്രം മാത്രം, ഒരു പടം മാത്രമാണ്, വട്ട പൂജ്യമാണ്. ഇതിൻ്റെ പിന്നിൽ വളരെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇരുന്നിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാണ് ഇതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. അവർ ഇതിൻ്റെ പിന്നിൽ ഇരുന്നിട്ട് ലാഭം കൊയ്യുന്ന വ്യവസായങ്ങൾ ചെയ്യുന്നതാണ്. ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ ഇത് അമ്മയ ദൈവം എന്ന് 100 പ്രാവശ്യം പറയുമ്പോൾ പാവപ്പെട്ട വിശ്വസിച്ചിട്ട് വലിയൊരു പ്രചരണം ഉണ്ടാക്കിയിട്ട് ഇവിടെ വ്യവസായങ്ങൾ ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനും പാവപ്പെട്ട ആകർഷിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം കാരുണ്യ പ്രവർത്തനമാണ്. ഈ കാരുണ്യ പ്രവർത്തനമാണ് ഭീകര പ്രവർത്തനമായത്. ഇത് സാധാരണക്കാരൻ വശീകരിക്കുന്ന ഏറ്റവും അപകടമായ പ്രവർത്തനമാണ് കാരുണ്യ പ്രവർത്തനം. കാരുണ്യ പ്രവർത്തനത്തിൻ്റെ പേരിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ പിന്നിൽ വൻ വ്യവസായങ്ങൾ നടത്തി ലാഭങ്ങൾ കൊയ്യുകയാണ് ഇത്തരം സ്ഥാപനങ്ങൾ. അതിന് ഇവർ ഇന്ത്യയിൽ മാത്രമല്ല, ഇവർക്ക് വിദേശ കുത്തകളുമായിട്ട് തന്നെ ബന്ധമുണ്ടെന്നതാണ്. ഇപ്പം അമൃത പോലുള്ള സ്ഥാപനത്തിന് ഈ വൈദേശിക ബന്ധം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് എറണാകുളത്ത് അവരുടെ ജന്മദിനാഘോഷം നടക്കുമ്പോൾ സാക്ഷാൽ അംബാനിയാണ് അവിടുത്തെ മുന്നൊരുക്കങ്ങൾ പരിശോധിക്കാനായിട്ട് ഓടി നടന്നത്. ഭരണകൂടത്തിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും വിധേയത്വമാണ് ഇവിടെ പ്രശ്നം. എത്ര വലിയ ആൾദൈവമാണെന്ന് പറഞ്ഞാലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന കാര്യം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് തുറന്നു കാണിക്കാനും അത് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും, നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കും. നടന്നിട്ടില്ലെങ്കിൽ സർക്കാർ മാതാമൃതാനന്ദമയി റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനം നടത്തുന്ന ഒരു മഠമാണ്. അവിടെ ഇങ്ങനെ വെളിപ്പെടുത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായിട്ടില്ല എന്ന് വെളിപ്പെടുത്താൻ അമൃതാനന്ദമയി മഠം പത്രക്കുറിപ്പ് വിശ്വസിക്കുന്നതല്ല. മഠത്തിലായ ആരോപണം ഉണ്ടായി മഠം പറയുന്നു അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ വിശദീകരണം മാത്രമാണ്. ഗവൺമെന്റ് പറയുന്നത് ഞങ്ങൾ അന്വേഷണം ഉണ്ടായിട്ടില്ല, അല്ല അങ്ങനെ പറയാം, ഈ എഴുത്തുകാർ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് തെറ്റാണെന്ന് ഗവൺമെന്റ് വെളിപ്പെടുത്തി. എന്തൊക്കെ വെളിപ്പെടുത്തലുകൾ വന്നാലും മനോരോഗം ബാധിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊരു 15 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ന്യൂസാണ്. അപ്പോൾ ഈ ഒരു ന്യൂസിൽ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നെങ്കിൽ വലിയ വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഈ പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ അവരുടെ മഠവുമായിട്ട് സംബന്ധിക്കുന്ന പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതിനെതിരെ ഒരു നിയമപരമായിട്ടുള്ള അന്വേഷണം പോലും വരുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ? ഇന്നത്തെ കാലത്ത് പണത്തിന് മീതെ പരന്തും പറക്കില്ല എന്നല്ലേ പറയുന്നത്. അത് ഇന്നത്തെ കാലത്ത് മാത്രമല്ല, ഇത് വളരെ പണ്ടുള്ള ഒരു പഴഞ്ചൊല്ല് തന്നെയാണ്. ശരിക്കും ഇതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ സത്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ പൂർവികര് ഇത്തരത്തിലൊരു പഴഞ്ചൊല്ലിനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ശരി തന്നെയാണ്, പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ മഹാനടന്മാർ പലരും ആനക്കൊമ്പ് കയ്യിൽ വെച്ചതിന്റെ പേരിലും മറ്റു പല കാരണങ്ങളാലും ഇതുപോലെ തന്നെ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ വരുന്നതൊക്കെ അതേപോലെ തന്നെ ഒഴുകി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള കേസുകളെ പറ്റിയിട്ടോ അവർക്ക് നേരെ വന്നിട്ടുള്ള ആരോപണങ്ങളെ പറ്റിയിട്ടോ ആരും ഒരു വിരൽ ചൂണ്ടുന്നത് പോയിട്ട് അങ്ങോട്ടൊന്ന് നോക്കാൻ പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു കൃഷ്ണഭക്തയായിട്ടുള്ള ഒരു സ്ത്രീ കുട്ടിക്കാലം മുതൽക്കേ അവർക്ക് ശ്രീകൃഷ്ണനോട് അമിതമായിട്ടുള്ള ഭക്തിയുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നീട് അവർ ഭക്തിമാർഗം സ്വീകരിക്കുന്നത് ഒക്കെയാണ് നമ്മൾ കാണുന്നത്. പെട്ടെന്ന് ഒരു ദിവസം അമൃതാനന്ദമയി എന്നൊരു പേരൊക്കെ സ്വീകരിക്കുന്നു. എന്നാൽ ഇവർക്ക് പിന്നീട് എന്താണ് സംഭവിച്ചതെന്നോ എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഒരു ആയുസ് മുഴുവനും കിടന്ന് കഷ്ടപ്പെട്ട് എല്ല് മുറിയെ പണിയെടുത്താൽ പോലും ഇന്ന് നമുക്ക് ഇതുപോലെ കോടിക്കണക്കിന് രൂപയുടെ അവകാശിയാവാൻ അല്ലെങ്കിൽ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശിയാവാനൊന്നും നമുക്ക് ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം മനുഷ്യനെ ചൂഷണം ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ആത്മീയതയാണ്. ആത്മീയത വിറ്റിട്ട് ഏത് എംബോക്കിക്കും പണം സമ്പാദിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഹൈന്ദവരായിട്ടുള്ള ആളുകൾക്ക് ഒരു കല്ലിനെ കണ്ടു കഴിഞ്ഞാലും അത് ദൈവമാണ് എന്ന് സങ്കല്പിച്ച് അതിനെ എടുത്തിട്ട് ആരാധിക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ ഹൈന്ദവരായിട്ടുള്ള ഓരോ ആളുകളും. അപൂർവം കുറച്ച് ആളുകൾ മാത്രമേ അത്തരത്തിൽ ചിന്തിക്കാതെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം ഭക്തി കാണിച്ച് മനുഷ്യനെ ചൂഷണം ചെയ്യാൻ സാധിക്കുന്നതും ഈ ഹൈന്ദവരെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് ഇതുപോലെയുള്ള ആളുകൾ വിജയിച്ച് നിൽക്കുന്നതും. അതെടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇവരൊക്കെ എന്ത് തരം ദൈവങ്ങളാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും ആൾ ദൈവങ്ങൾ എന്ന് കേൾക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. നമുക്കിഷ്ടമാണ് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു ഉത്സവ സമയത്തൊക്കെ വേലൊക്കെ കുത്തി കാവടിയൊക്കെ എടുത്ത് അങ്ങനെയുള്ള മുരുകൻ എന്ന് പറയുന്ന ആ ഒരു ശക്തിയൊക്കെ നമുക്ക് വിശ്വാസമാണ്. കാരണം ആ ഒരു ശക്തി ഉള്ളത് കൊണ്ടാണ് അത്തരത്തിലൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ അതുപോലെയുള്ള കാവുകളിലൊക്കെ ആ ഒരു ഭരണി ദിവസം അല്ലെങ്കിൽ അവിടുത്തെ ഉത്സവത്തിൻ്റെ അന്നൊക്കെ നെറ്റിയിൽ വെട്ടിപ്പൊളിച്ച് ചോര വാർന്ന്
ഉറഞ്ഞു തുള്ളുന്ന കോമരങ്ങളെ, അവരെയൊക്കെ നമുക്ക് ഇഷ്ടമാണ്, വിശ്വാസമാണ്. പക്ഷേ ഈ ആൾദൈവങ്ങളെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ കാശ് പരമാവധി ചൂഷണം ചെയ്ത്, അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്, ആത്മീയത വിറ്റ് പണമുണ്ടാക്കി അത് തിന്ന് കൊടുത്തുരുണ്ടിരിക്കുന്ന ആളുകളോടൊന്നും നമുക്ക് ഒരു തരത്തിലുള്ള വിനയമോ അതുപോലെ തന്നെ ബഹുമാനമോ ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതും തന്നെ ഏറ്റവും അധികം തട്ടിപ്പ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ആത്മീയ തട്ടിപ്പുകളാണ്. നമ്മൾ കാണുന്നതാണ് കോണകമുടുത്തവരും കോണകമുടുക്കാത്തവരും, തുണി ഉടുത്തവരും തുണി ഉടുക്കാത്തവരും, തലയിൽ ജട കെട്ടിവെച്ചവരും കെട്ടി വയ്ക്കാത്തവരും, കൊന്ത ഇട്ടവരും കൊന്ത ഇടാത്തവരും, തലപ്പാവ് കെട്ടിയവരും കെട്ടാത്തവരും, അങ്ങനെ 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 100 കണക്കിന് എല്ലാ മതത്തിലും ഉണ്ട് ഇതുപോലെ ആത്മീയ തട്ടിപ്പുകൾ നടത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് നമ്മുടെ രാജ്യം ഇത്രയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള കുറവുകളും സംഭവിച്ചിട്ടില്ല. ഓരോ നിമിഷവും നമ്മൾ ഏത് ആംഗിളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും കൂണ് പോലെ മുളച്ച് വരുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ആത്മീയതയ്ക്ക് പ്രത്യേകിച്ച് വളമോ വെള്ളമോ ഒന്നും ആവശ്യമില്ല, അത് താനെ തഴച്ച് വളർന്നോളും. കാരണം നമുക്കൊക്കെ എത്ര വിദ്യാഭ്യാസമുള്ള ഒരു രാജ്യത്താണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെയുള്ള വിവരദോഷികൾ പെറ്റുപിടിക്കുന്നതോടുകൂടി പ്രത്യേകിച്ച് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു കൂട്ടം ജനങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലും ക്ഷുദ്രപ്രയോഗം, കൂടോത്രം, ജിന്ന്, സിഹർ എന്നൊക്കെയുള്ള വിശ്വാസങ്ങളിൽ പെട്ട് ഉഴലുന്നവരാണ്. നമുക്ക് വിശ്വസിക്കാം ഒരു പരിധിവരെ മാത്രം. എന്നാൽ അത് പരിധി വിട്ട് പോകുമ്പോഴാണ് ശരിക്കും ഭ്രാന്തമായ ഒരു അവസ്ഥയിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നത് എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.